നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് കടക്കുകയാണ്. മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹിസ്റ്റെറിസിസ് കേർവ്. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന ടേംസും. നമുക്കറിയാം, ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡിൽ വെച്ചാൽ ആ മെറ്റീരിയലിന് എന്ത് കിട്ടുന്നു? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് മാഗ്നറ്റൈസ്ഡ്. അപ്പോൾ ദിസ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം അല്ലെങ്കിൽ ദിസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓൾവേസ് ലാഗ്സ് ബിഹൈൻഡ് ദി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. അതായത് ഈ ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞാൽ ലാഗിങ് എന്നാണ് അർത്ഥം. ബി മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡിനെ ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദി ലാഗിങ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബിഹൈൻഡ് ദി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഈസ് കോൾഡ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ, ഈ ഒരു ഗ്രാഫാണ് ഹിസ്റ്റെറിസിസ് കേർവ് എന്ന് പറയുന്നത്. ദി ഗ്രാഫ് ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. അതൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് സപ്പോസ് ഇതാണൊരു സോളിനോയിഡ് എന്ന് വിചാരിക്കും. ഈ സോളിനോയിഡിന് നമ്മൾ സോളിനോയിഡിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് പോവുകയാണ്. ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മളൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ മെറ്റീരിയലിന് ആദ്യം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. പക്ഷേ ഈ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിന് കൂടി എന്ത് കിട്ടുന്നു? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു, അല്ലെങ്കിൽ അതിലൊരു മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യുന്നു, ബി. ഓക്കെ, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഈ സോളിനോയിഡിൽ ഉണ്ടായിട്ടുള്ള, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ഒരു മെറ്റീരിയലിനെ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റാക്കി മാറ്റിയത്, അല്ലേ? അപ്പോൾ ഇതിന് ചുറ്റുമുള്ള, സോളിനോയിഡിന് ചുറ്റുമുള്ള ആ ഫീൽഡിനെയാണ് നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റൈസിങ് ഫീൽഡും ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് കിട്ടിയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്ന ബിയും തമ്മിലുള്ള റിലേഷനാണ് ഈ ഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തു. അതായത് പിന്നെ സോളിനോയിഡിൻ്റെ ഒരു എൻഡ് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, ഓപ്പോസിറ്റ് എൻഡ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. അതായത് കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കറണ്ട് 0 ആണ്. നമുക്കിവിടെ ഒരു ആക്സിസ് വരെ, നമുക്കിവിടെ ഒരു ആക്സിസ് വരെയാം. ഓക്കെ, ഫസ്റ്റ് കറണ്ടിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ നമ്മളിങ്ങനെ കൂട്ടി വരികയാണെന്ന് വിചാരിക്കുക. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന് സോളിനോയിഡിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും കൂടും. അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രാഫ് പ്രകാരം ബിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേർവിൽ ആദ്യം കറണ്ട് 0, അതായത് H0, ഇതാണ് പോയിൻ്റ്. ഇനി കറണ്ട് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ കൂട്ടി വന്ന സമയത്ത് ഇതിൻ്റെ ഇൻഡക്ഷനും ബിയും കൂടി വന്ന് എ എന്ന പോയിന്റിലെത്തി. അതായത് ഈ ഗ്രാഫിൽ ഈ ബ്ലൂ കളറിൽ കാണിച്ചതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എ എന്ന പോയിന്റിലെത്തി. അതായത് മാക്സിമമായി, കറണ്ട് മാക്സിമം കൂട്ടി, മാഗ്നറ്റൈസിങ് ഫീൽഡ് മാക്സിമമായി, അതുപോലെ ഇൻഡക്ഷനും മാക്സിമമായി, ബി മാക്സിമമായി. ഓക്കെ, നമ്മൾ ഈ ഒരു പോയിന്റിലെത്തിയെന്ന് വിചാരിക്കും. ഇതാണ് സാച്ചുറേഷൻ പോയിന്റ്. ഈ ഒരു പോയിന്റിലെത്തി. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ രണ്ടാമത്തെ കേസിൽ കുറച്ച് കൊണ്ടുവരാണ്, കറണ്ട് കുറക്കുന്നു. ഓക്കെ, സെക്കൻഡ് കേസ്. ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് നമ്മൾ കറണ്ട് കുറച്ചു. കറണ്ട് കുറക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഈ റിലേഷൻ അഗെയിൻ ഈ ഒരു കേർവ് ഇതിലൂടെ കുറഞ്ഞ് ബി എന്ന ഒരു പോയിന്റിലേക്ക് എത്തി. ഓക്കെ, ബി എന്ന പോയിന്റിൻ്റെ പ്രത്യേകത എന്താ? കറണ്ട് 0 ആയി. കുറച്ച് കറണ്ട് 0 ആയി. അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡ് 0 ആയി. ഓക്കെ, H0 ആയി. പക്ഷേ H0 ആയപ്പോഴും ബി എന്തായിട്ടില്ല? 0 ആയിട്ടില്ല. ഓക്കെ,
ബി ഇതാണ് ഈ ഒരു പോയിൻ്റ് ശ്രദ്ധിക്കുക. ബി എന്നുള്ള പോയിന്റിൽ പ്രത്യേകത എന്താ? എച്ച് ഇസ് ഈക്വൽ ടു 0, എച്ച് 0 ബട്ട് ബി നോട്ട് ഈക്വൽ ടു 0. അതായത് ആ മെറ്റീരിയലിന് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടി, മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യുന്നു അല്ലേ. നമ്മുടെ മാഗ്നറ്റൈസിങ് ഫീൽഡ് റിമൂവ് ചെയ്തപ്പോഴും അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ റീറ്റെയിൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ബി അതായത് ഒ ബി എന്ന പോയിന്റിനെ നമ്മൾ പറയുന്നത് റീറ്റൻറ്റിവിറ്റി എന്നാണ്. ഈ ഒ ബി എന്ന പോയിന്റിനെ നമ്മൾ പറയുന്നത് റീറ്റൻറ്റിവിറ്റിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബി എന്നുള്ള പോയിന്റിലല്ലേ എത്തിയേക്കുന്നത്. ഇവിടെ എത്തി. അതായത് നമ്മൾ കറണ്ട് കുറച്ച് ഈ പോയിന്റിലാണ് ഉള്ളത്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഡയറക്ഷൻ, ഈ ഒരു കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡയറക്ഷൻ മാറ്റി, പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ മാറ്റി കൊടുത്തു. അതായത് ഇപ്പോൾ കറണ്ട് ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ ഡയറക്ഷനും എന്താവും? മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നു 3. ആ സമയത്ത് കേവ് ഇതിലൂടെ ഇങ്ങനെ പോകും. അങ്ങനെ ഈ ഒരു സി എന്നൊരു പോയിന്റ് എത്തുമ്പോഴുള്ള പ്രത്യേകത എന്താ? നമ്മൾ കറണ്ട് കുറച്ച് കൊണ്ടുവന്ന് ഒരു പോയിന്റിലാണുള്ളത് അല്ലേ. അപ്പോൾ എച്ച് ഉണ്ട് അവിടെ, മാഗ്നറ്റൈസിങ് ഫീൽഡ് ഉണ്ട്. പക്ഷേ ആ സി എന്ന പോയിന്റിലെത്തിയപ്പോൾ ബി എന്തായി? അതായത് ക്യാപിറ്റൽ ലെറ്റർ ബി എന്തായി? 0 ആയി. അതായത് ഈ സി എന്ന പോയിന്റിലെത്തുന്ന സമയത്ത് എച്ച് നോട്ട് ഈക്വൽ ടു 0 ബട്ട് ബി ഇസ് ഈക്വൽ ടു 0. അതായത് നേരത്തെ റീറ്റെയിൻ ചെയ്ത ആ മാഗ്നറ്റിസം ഇപ്പോൾ തീർത്തും ഇല്ലാതായി, വൈപ്പ് ഔട്ട് ചെയ്തു പോയി അല്ലേ ആ മെറ്റീരിയലിൽ നിന്ന്. അതായത് ഈ ഒരു ഭാഗം ഒ സി എന്ന ഭാഗമാണ് അടുത്തൊരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്. കോയേസിവിറ്റി എന്ന് പറയും. കോയേസിവിറ്റി എന്താ? കോയേസിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ടു ഡീമാഗ്നറ്റൈസ് ദി ഒബ്ജക്റ്റ്. ഒരു മെറ്റീരിയലിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ, അതിൻ്റെ മാഗ്നറ്റിസം തീർത്തും ഇല്ലാതാക്കാൻ നമ്മൾ യൂസ് ചെയ്ത റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ്, അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡിനെയാണ് കോയേസിവിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ ഗ്രാഫിൽ 2 ടേമാണ് ഓർത്ത് വെക്കേണ്ടത്, റീറ്റൻറ്റിവിറ്റി ആൻഡ് കോയേസിവിറ്റി. ഓക്കെ, എഗെയിൻ നമ്മളങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. ഇതിൽ നമ്മൾ ഈ സി എന്നുള്ള പോയിന്റിലല്ലേ ഉള്ളത്. ഓക്കെ, എഗെയിൻ നമ്മളങ്ങനെ ഇതേ ഡയറക്ഷനിൽ കറണ്ട് ഇങ്ങനെ കൂട്ടി മാക്സിമം സാച്ചുറേറ്റ് എത്തുമ്പോൾ സമയത്ത് ഈ ബിയും എന്ത് ചെയ്യുന്നു? ഈ ഒരു സാച്ചുറേഷൻ ഡി എന്ന പോയിന്റിലേക്ക് എത്തി. ഓക്കെ, അങ്ങനെ ഇത് മാക്സിമം ആയതിനു ശേഷം വീണ്ടും നമ്മൾ കറണ്ട് കുറച്ച് കൊണ്ടുവരികയാണ്. 0ലേക്ക് എത്തിക്കുമ്പോൾ എഗെയിൻ ഗ്രാഫ് ഇങ്ങനെ പോകും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്മോൾ ലെറ്റർ ആയിട്ടുള്ള ഇത്രയും ഭാഗങ്ങൾ, അതായത് എ ബി സി ഡി ഇ എ, ഈ ഒരു ലൂപ്പിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയാം. ഹിസ്റ്റെറിസിസ് ലൂപ്പ് അതായത് നമ്മളൊരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. അതായത് ഒരു ഭാഗത്തേക്ക് നമ്മളതിനെ കറണ്ട് പാസ് ചെയ്തു, മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുത്തു, കൂട്ടിക്കൊണ്ടുവന്നു, വീണ്ടും അത് കുറച്ച് കൊണ്ടുവന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തു. അങ്ങനെ ഈ ഒരു മാഗ്നറ്റൈസേഷൻ സൈക്കിളിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു കേവാണ് ഹിസ്റ്റെറിസിസ് കേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സിൽ നിങ്ങൾ നോക്ക്, എച്ച് 0 ആയി, പക്ഷേ ബി 0 ആയിട്ടില്ല. അതുപോലെ തന്നെ പിന്നെയും പോയിക്കൊണ്ടിരുന്ന എച്ചിന് ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടുമ്പോൾ ബി 0 ആവുന്നു. അതായത് ഈ ഒരു പ്രോസസ്സിൽ ത്രൂ ഔട്ട് ബി ഓൾവേസ് ലാഗ്സ് ബിഹൈൻഡ് എച്ച്.
എച്ച് മുന്നേ നടക്കുന്നു, ബി പിറകെ നടക്കുന്നത് പോലെ. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയാം. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ഗ്രാഫാണിത്. നിങ്ങളിത് നോട്ട്ബുക്കിൽ വരയ്ക്കുക. അതേപോലെ എന്താണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ്. പിന്നെ നോട്ട്ബുക്കിൽ ഫിഗർ വരയുന്ന സമയത്ത് ഈ വാല്യൂ എഴുതണമെന്നില്ല. ആക്സിസിൽ എന്താണെന്നുള്ളത് മാർക്ക് ചെയ്താൽ മതി. എച്ച് അതേപോലെ ബി മാർക്ക് ചെയ്യുക. ബാക്കി ഈ കേവും വരയുക. ഓക്കെ, ദ ക്ലോസ്ഡ് കേവ് എ ബി സി ഡി ഇ എ റെപ്രസെൻറ്റ്സ് ദി ഹിസ്റ്റെറിസിസ് ലൂപ്പ്. റിട്ടൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ദി മാഗ്നറ്റിക് ഇൻഡക്ഷൻ ലെഫ്റ്റ് ഇൻ ദി മെറ്റീരിയൽ വെൻ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഈസ് റെഡ്യൂസ് ടു 0. അതായത് ഇറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ബി വെൻ എച്ച് ഈസ് ഈക്വൽ ടു 0. നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് റിമൂവ് ചെയ്താലും ആ മെറ്റീരിയൽ റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന പിന്നെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ റിട്ടൻറ്റിവിറ്റി ഓർ റിമാനൻസ് എന്ന് പറയാം. കോയേഴ്സിവിറ്റി എന്ന് പറയുന്നത് ദി വാല്യൂ ഓഫ് എച്ച് വെൻ ബി ഇസ് ഈക്വൽ ടു 0. അതായത് ഇറ്റ് ഈസ് ദി റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഡീമാഗ്നറ്റൈസ് ദി ഒബ്ജക്റ്റ്. അതിലുണ്ടായിരുന്ന ആ റെസിഡ്വൽ മാഗ്നറ്റിസത്തെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ആ ഫീൽഡിനെയാണ് കോയേഴ്സിവിറ്റി എന്ന് പറയുക. ഗ്രാഫിൽ പ്രത്യേകം മാർക്ക് ചെയ്യണം. ഒ സി നിങ്ങൾ ഈ ഒരു ടേമിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഒ സി ഗ്രാഫിൽ ഒ സി എന്നുള്ള പോയിൻ്റാണ് കോയേഴ്സിവിറ്റി, ഒ ബി എന്നുള്ള പോയിൻ്റാണ് റീറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൽ ഈ ഒ ബി എന്ന ഈ പോയിൻ്റാണ്, ഇതാണ് റീറ്റൻറ്റിവിറ്റി. ഒ സി എന്ന് പറയുന്ന ഈ പോയിൻ്റാണ് കോയേഴ്സിവിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹിസ്റ്റെറിസിസ് ലൂപ്പിൽ ഈ രണ്ട് കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. ഗ്രാഫ് വരച്ചിട്ട് മാർക്ക് ചെയ്യാനൊക്കെയാണ് പറയുക. അതേപോലെ തന്നെ ഏരിയ ഓഫ് ദി ബി എച്ച് ലൂപ്പ് റെപ്രസെൻറ്റ്സ് എനർജി ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് വോളിയം. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. നമ്മൾ ഒരു മെറ്റീരിയലിൽ ഇപ്പോൾ പിന്നെ ട്രാൻസ്ഫോമർ പോലെയുള്ള മെറ്റീരിയലിന് ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചൂസ് ചെയ്യുന്നത് ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പ് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ ഏരിയ കുറവാണെങ്കിൽ എനർജി ലോസും കുറവാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ആ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മാഗ്നറ്റ്സിന് പെർമനൻറ്റ് മാഗ്നറ്റും ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ റിട്ടൻറ്റിവിറ്റി, കോയേഴ്സിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ എനർജി ലോസ്, ഇതൊക്കെ ഹിസ്റ്റെറിസിസ് ലൂപ്പിലൂടെ നമുക്ക് കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ മെറ്റീരിയൽ പെർമനൻറ്റ് മാഗ്നറ്റിന് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ടാണോ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ദി സബ്സ്റ്റൻസ് which retains their ferromagnetic property at room temperature for long period of time. കുറേ നാളുകളിലേക്ക് അവരുടെ മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുന്ന മാഗ്നറ്റിനെയാണ് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയാം. പെർമനൻറ്റ് മാഗ്നറ്റിന് ഹൈ റിട്ടൻറ്റിവിറ്റി ആയിരിക്കും, ഹൈ കോയേഴ്സിവിറ്റി, ഹൈ പെർമിയബിലിറ്റി, അതേപോലെ വൈഡ് ഹിസ്റ്റെറിസിസ് ലൂപ്പ്, ലാർജ് ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ്, വണ്ണമുള്ള ഹിസ്റ്റെറിസിസ് ലൂപ്പ് ആയിരിക്കും. സ്റ്റീൽ, അൽനിക്കൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പെർമനൻറ്റ് മാഗ്നറ്റ്. ഹൈ റീറ്റൻറ്റിവിറ്റി, ഹൈ കോയേഴ്സിവിറ്റി, ഹൈ പെർമിയബിലിറ്റി എല്ലാം ഹൈ ആണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സോളിനോയിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ സോഫ്റ്റ് അയൺ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ മാഗ്നറ്റായിട്ട് മാറുന്നു. കറണ്ട് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാതാവും. താൽക്കാലികമായിട്ട് ടെമ്പററി മാഗ്നറ്റ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ്. അതിന് ലോ കോയേഴ്സിവിറ്റി ആയിരിക്കും, ലോ റീറ്റൻറ്റിവിറ്റി ആയിരിക്കും, പെർമിയബിലിറ്റി ഹൈ ആയിരിക്കണം. പെർമിയബിലിറ്റി എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പെർമിയബിലിറ്റി ഹൈ ആയിരിക്കണം, പക്ഷേ കോയേഴ്സിവിറ്റി ലോ, റീറ്റൻറ്റിവിറ്റി ലോ ആയിരിക്കും. നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് അയൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ, അതായത് പെർമനൻറ്റ് മാഗ്നറ്റും, ഇപ്പോൾ സ്റ്റീൽ ഈസ് എ പെർമനൻറ്റ് മാഗ്നറ്റ്, സോഫ്റ്റ് അയൺ എന്ന് പറയുന്നത് പിന്നെ ഇലക്ട്രോ മാഗ്നറ്റ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് അധികം ചോദിക്കാറുണ്ട്.
ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് സോഫ്റ്റ്, ഇതിൽ ഈ രണ്ട് മെറ്റീരിയലിൽ റീടെൻറ്റിവിറ്റി കൂടുതൽ ഏതിനാണ്? സോഫ്റ്റ് അയണിനാണ് അല്ലേ? സോഫ്റ്റ് അയണിനാണ് റീടെൻറ്റിവിറ്റി കൂടുതൽ. പക്ഷേ സോഫ്റ്റ് അയണാണ് ഇലക്ട്രോ മാഗ്നറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? നിങ്ങളിതിൻ്റെ കൊയേഴ്സിവിറ്റി നോക്കിയാൽ മനസ്സിലാവും. ഈ സോഫ്റ്റ് അയണിന് വളരെ ചെറിയൊരു റിവേഴ്സ് ഫീൽഡ് കൊടുത്താൽ തന്നെ ഇതിൻ്റെ മാഗ്നറ്റിസം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ സ്റ്റീലിന് കുറേ നാളുകളിലേക്ക് അതിൻ്റെ മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. അതായത് കൊയേഴ്സിവിറ്റി വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സ്റ്റീൽ ഈസ് യൂസ് ടു മേക്ക് പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലേ? എന്തുകൊണ്ട്? ഇറ്റ് ഹാസ് ലാർജ് വാല്യൂ ഓഫ് കൊയേഴ്സിവിറ്റി ദാൻ സോഫ്റ്റ് അയൺ. സോഫ്റ്റ് അയണിനേക്കാൾ വളരെ വലിയ കൊയേഴ്സിവിറ്റിയാണ് സ്റ്റീലിന് ഉള്ളത്. പെർമനൻറ്റ് മാഗ്നറ്റാണ് സ്റ്റീൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പ് വളരെ വൈഡായിരിക്കും. വണ്ണം കൂടിയതായിരിക്കും പെർമനൻറ്റ് മാഗ്നറ്റ്. വണ്ണം കുറഞ്ഞത് നാരോ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഉള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്, ദി ലാഗിങ് ഓഫ് ബി ബിഹൈൻഡ് എച്ച് ഫോർ എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് കോൾഡ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്. റീടെൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ദി വാല്യൂ ഓഫ് ബി വെൻ എച്ച് ഈസ് ഈക്വൽ ടു 0. ഇറ്റ് ഈസ് ദി റെസിഡ്വൽ മാഗ്നറ്റിസം വെൻ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഈസ് റിമൂവ്ഡ്. അതാണ് റീടെൻറ്റിവിറ്റി. OB എന്നതാണ് ഗ്രാഫിൽ റീടെൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, Y ആക്സിസിൽ വരുന്നത്. ഇനി കൊയേഴ്സിവിറ്റി എന്ന് പറഞ്ഞാൽ ദി വാല്യൂ ഓഫ് എച്ച് വെൻ B ഇസ് ഈക്വൽ ടു 0. അതായത് ഇറ്റ് ഈസ് ദി റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫീൽഡ് വെൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ടു ഡീമാഗ്നറ്റൈസ് ദി ഒബ്ജക്റ്റ്. പെർമനൻറ്റ് മാഗ്നറ്റ് ഹാസ് high retentivity, high coercivity, high permeability and wide hysteresis loop. Steel is a permanent magnet. And electromagnet are temporary magnets. They have low retentivity, low coercivity, high permeability, narrow hysteresis. Soft iron is an example. Okay, thank you.